ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ നൈത്തക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുള്ള ഡെക്കറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടം വരെ ആയെന്ന്. നൈത്തക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ഇവൻറ്റിനാണ് കൊടുത്തത്. DNT ഇവൻറ്റ് എന്നാണ് അവരുടെ പേര്, ഇൻസ്റ്റഗ്രാം ID. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്താം. ഇതാണ് ആളുടെ ഡെക്കറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പേ കാണിച്ചല്ലോ. അപ്പം അവരുടെ ഇത് ഫുൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ബാക്കിയും കൂടെ കാണിക്കാം. ഏകദേശം നമ്മുടെ സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അവർ നന്നായിട്ട് ഞാൻ കൊടുത്ത ഇമേജ് അനുസരിച്ചാണ് സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ജോയ്സ് കോട്ടയമാണ് ഞങ്ങൾ കേറ്ററിങ്ങിന് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കാവേ. ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് ആണ്. അപ്പം അതിനായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം നൈത്തക്കുട്ടിയെ. എല്ലാവരും ഒരു ക്ലാസ് കാണിച്ച് നൈത്തായി വെൽക്കം ചെയ്യാമോ? ഫ്യൂച്ചർ ഗെയിമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് നൈത്ത ഏതാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഗെയിമാണ്, ബലൂൺ പൊട്ടിക്കൽ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. അപ്പം അതിൽ 4 പേഴ്സ് വേണം. അതിനായിട്ട് നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരേണ്ട ഓഡിയൻസ്. പിള്ളേരുടെ ഗെയിമാണ്. ഇരിക്കുന്ന 4 പേരുടെ മുമ്പിലായിട്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ബലൂൺസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ പേരാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബലൂൺസ് അവരുടെ മടിയിൽ വെച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ഗെയിം.
ഗ്രൂപ്പ് ഫോം ഗെയിമാണ് സെക്കൻഡ് ഗെയിം. പാട്ടിനനുസരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ റൗണ്ട് ചെയ്യുവാണ്. അപ്പം ഞാനൊരു നമ്പർ പറയും, ആ നമ്പർ അനുസരിച്ച് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഗ്രൂപ്പ് ആവണം, അല്ലാത്തവർ ഔട്ടാവുന്നു. ഇതാണ് ഗെയിം. ഔട്ടായിരിക്കുകയാണ്. 4 പേര് മാത്രമേ ഉള്ളൂ. ഈ 4 പേരും നടുക്ക് കൗണ്ട് ചെയ്യുക. നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് ഒന്നാണ് നമ്മൾ നോക്കാം. റൗണ്ട് ചെയ്യും. തേർഡ് ഗെയിം എന്നത് ടോയ് പാസിംഗ് ഗെയിമാണ്. പാട്ടിനനുസരിച്ച് ടോയ് പാസ് ചെയ്യുന്നു. പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പം ആരുടെ കയ്യിലാണോ ടോയ് ഇരിക്കുന്നത് അവർ ഔട്ടാവുന്നു. അങ്ങനെ എല്ലാവരെയും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിന്നു ചേച്ചി ഔട്ടായി. ആൻസർ സോജയന്റി. മുത്ത ഔട്ടായി.